Good morning, students. In this session, we can discuss about manpower forecasting. What are the various factors are considered while making manpower forecasting and the methods of manpower forecasting. First, we have to understand the concept manpower forecasting. Manpower forecasting is an important step in human resource planning. It's an important step in human resource planning. We can say that it is the prediction about human resources required for an organization. അപ്പോൾ മെൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മെൻ പവർ പ്ലാനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, ഒരു സ്റ്റെപ്പാണ് മെൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ how much number of workers are required in the near future or the prediction about human resources required for an organization. അപ്പോൾ നമുക്കറിയാം ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഫ്യൂച്ചർ ഈസ് അൺസെർട്ടൈൻ ആണ്. ചിലപ്പോൾ വർക്കേഴ്സ് നമുക്ക് വേണ്ടി വരാം. മിക്കവാറും ഫ്യൂച്ചറിലെ എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, അക്വിസിഷൻ ഓഫ് അതർ ബിസിനസ്സസ് എക്സെട്ര, ഇതൊക്കെ ബിസിനസ്സിൽ വരാം അല്ലെ. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ പല മാറ്റങ്ങൾ സംഭവിക്കാം, മറ്റ് നിലവിലുള്ള ബിസിനസ്സുകളെ വാങ്ങാം. ഇങ്ങനെ ഏത് വന്നാലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഹ്യൂമൻ റിസോഴ്സസിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് മെൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. മെൻ പവർ ഫോർകാസ്റ്റിംഗ് ഇസ് എ പ്രഡിക്ഷൻ അബൌട്ട് ഹ്യൂമൻ റിസോഴ്സസ് in order to meet the future manpower requirements. While conducting manpower forecasting, we can go through some factors. The factors are the objectives of the firm, future plans, change in technology, replacement of labor by machine, labor absenteeism, labor turnover, quality aspects like labor productivity, skill requirements, employee morale, etc. The factors are considered while preparing manpower forecasting are, first one is objectives of the firm. Everything will be decided on the basis of the objectives of the firm. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിലും ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് നോക്കണം. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഫേമിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കണം. എന്താണ് ഫേമിന്റെ ഒബ്ജക്റ്റീവ്? ഇറ്റ് മേ ബി പ്രോഫിറ്റ് മേക്കിംഗ് ഓർ സർവീസ് റെൻഡറിങ്, ആസ് ദ കേസ് മേ ബി. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. ദ നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ പ്ലാൻസ്. Future may make some changes. The future plans are expansion, diversification, etc. അപ്പോൾ ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ വരാം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, വിപുലീകരിക്കാം, വലുതാക്കാം. നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലതരം പ്രോഡക്ട്സുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. എനിവേ ഓൾ ദീസ് റിക്വയർസ് മെൻ പവർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. Then change in technology. What do you mean by change in technology? Technology means manufacturing process. Technology means manufacturing process. There may be changes in the manufacturing process. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ലേബേഴ്സിനെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നത്. പക്ഷേ പുതിയ ഇന്റൻസീവ് ആയിട്ടുള്ള മെഷീനുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരുപാട് മെഷീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ നടത്താം. അങ്ങനെ നമ്മളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം മെൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ലേബറിന് പകരം മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ലേബേഴ്സിന്റെ എണ്ണം കുറവ് മതി. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം മെൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട്. Then replacement of labor by machine. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ലേബേഴ്സിന് പകരം നമ്മൾ മെഷീൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മെൻ പവറിന്റെ റിക്വയർമെന്റ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. Then the next point is labor absenteeism and labor turnover. What do you mean by absenteeism? Absenteeism means taking leaves without any genuine reason. That is absenteeism. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലായാലും നമ്മൾ ലീവ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ആവശ്യത്തിന് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ആബ്സെന്റീസം എന്ന് നമ്മൾ പറയില്ല. ആബ്സെന്റീസം എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ലീവ് എടുക്കുകയാണ് വിത്തൗട്ട് എനി റീസൺസ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു മടികൂലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജോബ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ റെഗുലർലി ഇറഗുലർ എന്ന് പറയില്ലേ.
ആ ഒരു ടേം തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ആബ്സെന്റിസം. ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു റിപ്പോർട്ട് ടു ദെയർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിക്ക് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ലേബർ ആബ്സെന്റിസം. ദ നെക്സ്റ്റ് വൺ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സ് മേ മൈഗ്രേറ്റഡ് ഫ്രം അവർ ഓർഗനൈസേഷൻ ടു അനദർ ഓർഗനൈസേഷൻ. നമ്മളുടെ ഫേം വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ജോലി നിർത്തി പോവുക. അതാണ് ലേബർ ടേൺ ഓവർ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോകുക, അതിനെയാണ് നമ്മൾ പറയുന്നത്. ആ റേറ്റ് ആണ് ഈ ലേബർ ടേൺ ഓവർ. പല കാരണങ്ങൾ കൊണ്ട് അവർ ഓർഗനൈസേഷൻ വിട്ടുപോകാം. ഒന്ന് സാലറി കുറഞ്ഞു കഴിഞ്ഞാൽ, വർക്കിംഗ് കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ, അവരുടെ മാരേജ്, അവരുടെ പേഴ്സണൽ പ്രോബ്ലം, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവരെ ലേബേഴ്സ് നമ്മളുടെ ഫേം വിട്ടു പോവാം. ഇതിനെയെല്ലാം നമ്മൾ ലേബർ ടേൺ ഓവർ എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, we have to take some quality aspects while considering manpower forecasting. ഇത് കൂടാതെ manpower forecasting ചെയ്യുമ്പോൾ നമ്മൾ ചില ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് കൂടി നമ്മൾ എടുക്കും. ലേബർ പ്രൊഡക്ടിവിറ്റി, സ്കിൽ റിക്വയർമെന്റ്സ് ആൻഡ് എംപ്ലോയി മൊറൈൽ. ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ലേബേഴ്സിനും അബിലിറ്റി ടു പ്രൊഡ്യൂസ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അബിലിറ്റി ആണ് ലേബർ പ്രൊഡക്ടിവിറ്റി. സ്കിൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയുള്ള ആളുകളെ, കഴിവുള്ള ആളുകളെ വേണം. എംപ്ലോയി മൊറൈൽ. മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ആ ഒരു മനോധൈര്യമാണ്. എംപ്ലോയിയുടെ മനോധൈര്യത്തെയാണ് നമ്മൾ പറയാ എംപ്ലോയി മൊറൈൽ. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ manpower forecasting. Then we have to discuss about methods of manpower forecasting. Methods of manpower forecasting. There are three methods of manpower forecasting. They are ratio technique, general budgeting approach, trend projection approach. Ratio technique, general budgeting approach, trend projection approach. The first one is ratio technique. Ratio is a relation between two factors which can be expressed in relation to each other. That is ratio. ഇപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടിലധികം ഫാക്ടേഴ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലി ഓർ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റേഷ്യോ ടെക്നിക് എന്ന് പറയാം. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻ ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് റേഷ്യോ ടെക്നിക് എന്ന് നമ്മൾ പറയാം. ഫോർ ദ പർപ്പസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഓർ റേഷ്യോ ടെക്നിക്സ് വി ക്യാൻ ടേക്ക് സം ബേസസ്. സം റേഷ്യോസ് ആർ വർക്ക്ഡ് ഔട്ട് ഫ്രം ദ പാസ്റ്റ് ഡേറ്റ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റ എടുക്കണം. നമുക്ക് ചില ബേസസ് വേണം, എന്തെങ്കിലും ബേസസ് വേണം. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ടോട്ടൽ സെയിൽസ്. സെയിൽസും വർക്കേഴ്സും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും സെയിൽസും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഒന്നിലധികം ബേസസ് തമ്മിലുള്ള ആ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ്. പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു, എത്ര സെയിൽസ് ഉണ്ടായിരുന്നു, അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റ എടുത്തിട്ട് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. അത് നമ്മൾ ന്യൂമറിക്കലി നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയാണ് ഇൻ ഓർഡർ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ manpower റിക്വയർമെന്റ്. കഴിഞ്ഞ വർഷം 100 വർക്കേഴ്സ് ഉണ്ടായിരുന്നു, സെയിൽസ് ഇത്രയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദ ഫ്യൂച്ചറിൽ എത്ര വർക്കേഴ്സിന്, നമുക്ക് ഒരു 10 ലക്ഷത്തിന്റെ സെയിൽസ് നടത്തണമെങ്കിൽ എത്ര വർക്കേഴ്സിന് വേണം. അങ്ങനെ നമ്മൾ ഓരോ ബേസസിന്റെ ബേസിൽ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ, ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ആണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. അത് പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ വർഷം 10 lakhs ആയിരുന്നു സെയിൽസ്, അന്ന് 100 എംപ്ലോയീസ് ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 10 എംപ്ലോയീസ് ആണ് ഉണ്ടായിരുന്നത്. അടുത്ത വർഷം നമ്മുടെ സെയിൽസ് 15 ലക്ഷമാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഹൗ മച്ച് വിൽ ബി ദ വർക്കേഴ്സ്? അപ്പൊ എത്ര വർക്കേഴ്സ് നമുക്ക് ആവശ്യമാണ്? അങ്ങനെ നമ്മൾ രണ്ട് ഫാക്ടർ തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. ഇറ്റ്സ് എ ട്രഡീഷണൽ ടെക്നിക്, ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം ടെക്നിക്. കാരണം കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റേഷ്യോ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ, പാസ്റ്റ് ഡാറ്റയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ സേ കോൾ ഇറ്റ് ആസ് എ പോസ്റ്റ്മോർട്ടം ടെക്നിക് എന്ന് നമുക്ക് പറയാം. The next one, general budgeting approach. Each departmental heads prepare their own budget regarding requirements of manpower. ഇപ്പൊ നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലും പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഓരോ പ്രൊഡക്ഷനെ ബേസ്, ഒരു
ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് മേക്സ് ദെയർ ഓൺ ബഡ്ജറ്റിംഗ് അബൌട്ട് ദ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് എത്ര വർക്കേഴ്സ് വേണമെന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അതാണ് ജനറൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഈ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അബൌട്ട് ദ ഹ്യൂമൻ റിക്വയർമെന്റ്സ്? They makes their estimates on the basis of past experience. പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ആ ഒരു ബേസിലാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഫ്യൂച്ചറിലെ മെൻ പവറിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവർ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. സ്കിൽ റിക്വയർമെന്റ്സ്, ഫ്യൂച്ചറിൽ എങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. ഫ്യൂച്ചർ പ്ലാൻസ്, അതായത് ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ഉണ്ടോ, ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടോ. ദെൻ വർക്ക് ലോഡ് ഓഫ് എംപ്ലോയീസ്, പ്രസന്റ്ലി ഉള്ള ആളുകളുടെ വർക്ക് ലോഡ് കൂടുതലാണോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ജനറൽ ബഡ്ജറ്റിംഗ് അപ്രോച്ച് വഴി നമ്മൾ ഫ്യൂച്ചറിലേക്ക് മെൻ പവറിനെ നമ്മൾ അസസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, trend projection method. It's a mathematical method. Trend projection method is a mathematical method. These are conducted while taking some factors. അപ്പോൾ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചില ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. വോളിയം ഓഫ് സെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ് എക്സെട്ര ആൻഡ് ദ റിലേറ്റീവ് ഇമ്പാക്ട് ഓൺ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പൊ നമ്മൾ പറഞ്ഞു പല ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് നടക്കുക. ലൈക്ക് വോളിയം ഓഫ് സെയിൽസ് എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇതിനു വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ ബിസിനസിന് വേണ്ടി, അതും നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്മുടെ സെയിൽസിനനുസരിച്ചിട്ട് തന്നെയാണോ നമ്പർ ഓഫ് എംപ്ലോയീസ്. അങ്ങനെ നമ്മൾ ഈ രണ്ട് ഫാക്ടർ തമ്മിൽ മാത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യുന്നതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. അപ്പൊ ഇത് നമ്മളിപ്പോ ഏകദേശം റേഷ്യോ അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോ രണ്ട് ഫാക്ടറുകൾ തമ്മിൽ മാത്തമാറ്റിക്കലി നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ഇതിനെ റിഗ്രഷൻ അനാലിസിസ് എന്ന് കൂടി പറയും. മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്, റിഗ്രഷൻ അനാലിസിസ് എന്ന് കൂടി പറയും. വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. വലിയ വലിയ ഓർഗനൈസേഷനുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. സാധാരണയുള്ള ഓർഗനൈസേഷൻസ് സാധാരണ ജനറൽ ബഡ്ജറ്റിംഗ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുക. എനിവേ വി ക്യാൻ സമ്മറൈസ് അവർ ടോപ്പിക്. In this lesson we can discuss about, we have studied the manpower forecasting. Manpower forecasting is the prediction of human resource requirements in the near future. Then the next one is factors considered while requiring manpower forecasting, objectives of the firm, future plans, change in technology, replacement of labor by machine, labor absenteeism, labor turnover, quality aspects, etc. There are three methods of manpower forecasting: ratio technique, general budgeting approach, and trend projection method. Thank you.